ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സൈലൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 3 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഹാനിൻ്റെ 3 കാമുകന്മാരും മരണപ്പെട്ടു എന്നറിഞ്ഞ് അതിനെപ്പറ്റി അറിയാൻ വന്ന വൂസോക്കിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്തതാരാണെന്ന് അവൻ്റെ അടുത്ത് വന്ന് ഹാൻ അവൻ്റെ കണ്ണിൽ നോക്കി പറയുന്നു. ശരിയാണ്, 7 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ആദ്യ കാമുകൻ സൂഹോ സിറിയയിൽ ഒരു ബോംബ് ആക്രമണത്തിൽ മരണപ്പെട്ടു. അതിനെ ഞാൻ ഭീകരാക്രമണം നടത്തിയെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിന്റെ ഈ 3 കാമുകന്മാരുടെയും ഇൻഷുറൻസ് തുക നിനക്ക് കിട്ടിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതെന്തോ ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയല്ലേ. 3 മരണങ്ങളും യാദൃച്ഛികമാണെന്ന് കരുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ സത്യം ഞാൻ കണ്ടുപിടിക്കുമെന്നും അവൻ പറയുന്നു. പോകാൻ നേരം ഹാൻ വൂസോക്കിനോട്, ഇനിയും പെർമിഷൻ എടുക്കാതെ ഇതുപോലെ കയറി വന്നാൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയുമ്പോൾ, നീ എത്രയൊക്കെ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ വഴികൾ തമ്മിൽ എന്നെങ്കിലും ഒരിക്കൽ കൂട്ടിമുട്ടുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ജോഗിങ്ങിന് പോയി വരുന്ന വഴിക്ക് സഹോദരിയുടെ കാമുകൻ സിയോണിൻ്റെ അച്ഛനും അമ്മയും നടത്തുന്ന ഷോപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ട് അടുത്തുള്ള കടക്കാരനോട് ചോദിക്കുമ്പോൾ, അവർക്ക് എന്തോ ഒരു കോമ്പൻസേഷൻ കിട്ടി, അതുകൊണ്ട് ഇനി കട നടത്തുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയതാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഓഫീസിൽ കിം മരിക്കുന്നതിൻ്റെ അന്ന് മദ്യപിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വന്ന് ഹാനുമായി അടികൂടുന്നതിൻ്റെ വീഡിയോ ആരോ എടുത്തിരുന്നത് ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും കാണുകയും അപ്പോഴേക്കും ഹാൻ അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്ന ഹാനിന് യുൻഹോ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അവളുടെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സിയ ആരെയോ ഫോൺ വിളിക്കുന്നതും ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ വീഡിയോ വൂസോക്കും കാണുന്നുണ്ട്. ഈ വീഡിയോ അങ്ങനെ ചെയർ വുമണും കാണുന്നു. അവർ ഹാനിനെ വിളിച്ചു വരുത്തി കാര്യം ചോദിക്കുമ്പോൾ അവളെ ഒട്ടും ഇഷ്ടമല്ലാത്ത മാനേജർ ഹാൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് പറയുമ്പോൾ, മാനേജറും കിമ്മും ഒന്നിച്ചുള്ള ഇൻറ്റിമേറ്റ് ഫോട്ടോസും അവളെ ഹാനിൻ്റെ പൊസിഷനിലേക്ക് പ്രൊമോഷൻ നൽകാം എന്ന് അവൾക്ക് വാഗ്ദാനം നൽകിയ മെസ്സേജുകളും ഹാൻ ചെയർ വുമണിനെ കാണിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാത്തതിൻ്റെ വിഷമത്തിൽ അവൾ മരിച്ചതാകാം എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ കേട്ടിരുന്ന ചെയർ വുമൺ, നിങ്ങൾ തമ്മിൽ അടികൂടാനല്ല വിളിപ്പിച്ചത്, നമ്മുടെ കമ്പനിക്ക് ഇതൊരു നാണക്കേടായി, ഇത് മാറ്റാനായി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഒരു പെയിൻറ്റിങ് കാണിക്കുന്നു. ഇത് സ്റ്റെല്ലർ വരച്ച ചിത്രമാണ്. ഇതിപ്പോൾ കൊറിയയിലുണ്ട്. ഇത് അടുത്ത ലേലത്തിൽ വളരെ വലിയ തുകയ്ക്ക് ലേലത്തിൽ വിറ്റാൽ ഈ നാണക്കേട് മാറിക്കോളും. ഇതാര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അവർക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടും എന്നും അവർ പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഹാനിൻ്റെ കയ്യിൽ നിന്നും ടാബ് വാങ്ങി പൊട്ടിച്ച് ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയരുതെന്നും ഭീഷണിപ്പെടുത്തുമ്പോൾ, ഇതിൻ്റെ ഒറിജിനൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് സമയമാകുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പുറത്തു വിടുമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. പിന്നീട് അവൾ ഓഫീസിലെത്തി ആ മെസ്സേജുകളും ഫോട്ടോസുമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായും കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ചെയർ വുമണിൻ്റെ ഓഫീസിൽ അകത്തു തന്നെ മറ്റൊരു സീക്രട്ട് റൂം ഉള്ളതും നിറയെ പെയിൻറ്റിങ്ങുകളുള്ള ആ റൂമിൽ ഒരു ചിത്രത്തെ നോക്കി, ആർട്ടിസ്റ്റ് ഹ്യുൻ, നിങ്ങളുടെ മകൾ നിങ്ങളെപ്പോലെയല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളെ ഏറെ ഇഷ്ടമെന്നും പറഞ്ഞ് അവർ അവിടെ ഒരു സോഫയിൽ വന്നിരിക്കുന്നു. പിന്നീട് മരിച്ചതിൻ്റെ അന്നുള്ള CCTV ക്യാമറകൾ നോക്കുമ്പോൾ കിം ടെറസിലേക്ക് പോകുന്ന ദൃശ്യങ്ങളുണ്ടെങ്കിലും ഹാൻ ആ സമയം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടുന്നത്. അവൾ എവിടെ പോയെന്നറിയാൻ യാതൊരു മാർഗവുമില്ല. ഇതിന് സാക്ഷികൾ ആവശ്യമാണ്. അന്ന് ജോയെ ഫോൺ വിളിച്ച അജ്ഞാത കോൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഓഫീസർ അവരോട് പറയുന്നു. പിന്നീട് ജോ വൂസോക്കിനെയും കൂട്ടി ടെലിഫോൺ ബൂത്തിൽ നിന്നും അന്ന് വിളിച്ച ആ അജ്ഞാതനെയും അന്വേഷിച്ചു പോകുന്നു. കോൾ വന്ന ആ ബൂത്തിലെത്തി അവിടുത്തെ CCTV ദൃശ്യം ജോ ചോദിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. അങ്ങോട്ടേക്ക് വന്ന വൂസോക്ക് അവർക്ക് കാശ് കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തിരുന്ന അവരുടെ മകൻ്റെ കാറിലെ ഫൂട്ടേജ് മാത്രം തന്നാൽ മതിയെന്ന് പറയുമ്പോൾ അവർ അത് അവർക്ക് നൽകുന്നു. അതിൽ നിന്നും അന്ന് വിളിച്ചതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാകുന്നു. മാഡം പറഞ്ഞ പെയിൻറ്റിങ്ങിനെ പറ്റി സെർച്ച് ചെയ്ത് ഹാൻ ഇരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് വരുന്നതും അവൾ തുറന്നു നോക്കുമ്പോൾ ഒരു ബോക്സിൽ സൈറൺ എന്ന പേരെഴുതിയ ഒരു വൈൻ ബോട്ടിലും അതിൽ സോങ്സിൻ്റെ പേരും എഴുതിയിരിക്കുന്നത് കണ്ട് അവൾ പേടിക്കുകയും ഇതാരാ ഇവിടെ കൊണ്ടുവച്ചതെന്ന് നോക്കി അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ഒരാൾ സ്കൂട്ടറിൽ പോകുന്നതും കാണുന്നു. CCTV ദൃശ്യങ്ങൾ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ നാളെ മാനേജറോട് ചോദിച്ചിട്ട് തരാമെന്ന് പറയുന്നു. ഹാൻ സോങ്സിനുമായുള്ള പഴയ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. പിറ്റേന്ന് ഹാനിൻ്റെ ഈ കേസിനെ പറ്റിയെല്ലാം അവൻ അവൻ്റെ ചീഫിനെ അറിയിക്കുകയും അവനൊരു ലൈഫ് ഇൻഷുറൻസിന് പകരം ഒരു ജനറൽ ഇൻഷുറൻസ് ബിസിനസ് കാർഡ് കേസിൻ്റെ ആവശ്യത്തിനായി തരണമെന്നും അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു.
ഓഫീസിലിരിക്കും നേരം സെക്യൂരിറ്റി ഇന്നലെ അവൾക്ക് വന്ന കൊറിയറിൻ്റെ ഡെലിവറി പാർട്ട്ണറുടെ ഡീറ്റെയിൽസ് അയക്കുന്നു. ഈ കമ്പനിയിൽ ഡെലിവറി നടത്തുന്ന അതേ ഏജന്റ് തന്നെയാണ് ഇന്നലെ അവിടെയും വന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ എന്തോ ഒരു ഡൗട്ട് തോന്നി യുൻഹോക്കിനെ പോയി കാണുകയും നീ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നും ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സോങ്സിന് നിനക്ക് ഇത് തരണമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയതെന്നും പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന യുൻഹോയെ കണ്ട് അവൾ പോകാൻ തുടങ്ങുമ്പോൾ യുൻഹോ, നിങ്ങൾക്ക് ആ വൈൻ ബോട്ടിൽ കിട്ടിയോ? ചേട്ടൻ അത് അയക്കാൻ മടി പിടിച്ചിരുന്നപ്പോൾ ഞാനാണ് അത് അയച്ചതെന്ന് പറയുമ്പോൾ എങ്കിലത് നിനക്ക് നേരിട്ട് തന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതെന്തേ, നിങ്ങൾക്കത് ഇഷ്ടമായില്ലേ? എന്താ പേടിയാണോ എന്ന് യുൻഹോ ചോദിക്കുമ്പോൾ യുൻഹോക്ക് അവളെ തടയുന്നു. അവിടുന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അന്ന് സോങ്സിനുമായി സംസാരിച്ചിരുന്ന യുൻഹോക്കിനോട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ ഈ ബോട്ടിൽ അവൾക്ക് നൽകണം എന്ന് സോങ്സിൻ പറയുന്നത് കേട്ട് നീ എന്തൊക്കെയായി പറയുന്നതെന്ന് യുൻഹോക്ക് ചോദിക്കുമ്പോൾ ഹാനിനെ പറ്റി അത്ര സന്തോഷകരമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഇടയായി അറിഞ്ഞു. എന്തോ എനിക്കിപ്പോൾ അവളെ പൂർണ്ണമായും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും സോങ്സ് പറഞ്ഞിരുന്നു. അവിടുന്ന് സീൻ കട്ടായി വൂസോക്ക് ഹാനിൻ്റെ കമ്പനിയിലെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നതും അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഹാനിനോട് ഞാനിപ്പോൾ ഇവിടുത്തെ ആർട്ട് ഇൻഷുറൻസ് അക്കൗണ്ട് മാനേജർ ആണെന്ന് പറഞ്ഞ് അവൾക്ക് കൈ കൊടുക്കുന്നു. അവൾ അങ്ങനെ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അന്നേരം വൂസോക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാപ്പാടമാണല്ലോ, അതുകൊണ്ട് തന്നെയായിരിക്കും CCTV ക്യാമറ എല്ലാം വെട്ടിച്ച് ബ്ലൈൻഡ് സ്പോട്ട് വഴി നിങ്ങൾ റൂഫ് ടോപ്പിൽ പോയതെന്ന് അവൻ അവളെ ഒന്ന് കുത്താനായി ചോദിക്കുന്നു. അവളത് മൈൻഡ് ചെയ്യാതെ അവിടുത്തെ പെയിൻറ്റിങ്ങുകളെ പറ്റി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, നിന്നോട് കിം അന്ന് എന്തിനാണ് വഴക്ക് കൂടിയതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ സോങ്സിന് വേണ്ടിയായിരിക്കാം, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു കള്ള ജോലി എന്നും അവൾ പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ അടുത്ത കാമുകൻ അല്ലെങ്കിൽ ഇര ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് കിസ് ചെയ്യാൻ അത്രയും ഡിസ്റ്റൻസിൽ അവൾ വരികയും ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട എന്നുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് മാറാനും പറയുമ്പോഴാണ് അവർക്ക് മുകളിൽ CCTV ക്യാമറ ഉള്ളത് അവൻ ശ്രദ്ധിക്കുന്നത്. വൂസോക്ക് അവിടെ ഓഫീസിൽ പാർക്ക് ചെയ്തിരുന്ന കിമ്മിൻ്റെ കാറിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ അവനൊരു ബൈനോക്കുലർ കിട്ടുകയും കൂടാതെ ഒരു റോയൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അവിടെ സീൻ കട്ടായി ഹോങ്സിയുമായി സംസാരിക്കുന്ന ഹാനിനോട് അവൾ സോങ്സ് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയായിരിക്കും ബോട്ടിൽ തന്ന് വിട്ടത്, കൂടുതലൊന്നും ചിന്തിക്കേണ്ട, യുൻഹോ ഒരു നന്ദിയില്ലാത്തവളാണെന്നും പറഞ്ഞവളെ സമാധാനിപ്പിക്കുന്നു. വൂസോക്ക് തൻ്റെ സീനിയർ ഓഫീസറിൻ്റെയും കൊളീഗിൻ്റെയും കൂടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾ എന്തിനാ ഈ കേസിന് വേണ്ടി ഇത്ര കലയുന്നതെന്ന് കൊളീഗ് ചോദിക്കുമ്പോൾ ചെറിയേയും എൻ്റെ ചേച്ചിയേയും പോലെ ഇനിയും ഒരു വിക്ടിം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നും ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയ കൊളീഗിനോട് കാറിൽ നിന്നും കിട്ടിയ ആ ചാവി കൊടുത്ത് ഇതെവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കാനും പറയുന്നു. ഹാനാണെങ്കിൽ സ്റ്റില്ലറിൻ്റെ പെയിൻറ്റിങ്ങിനെ പറ്റി ഒരു പരിചയക്കാരിയോട് ചോദിക്കുകയും അവർ തിരിച്ചൊരു ഫേവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വാങ്ങിയ ഒരു പെയിൻറ്റിങ് വളരെ വലിയ തുകയിൽ ലേലം ചെയ്തു കൊടുക്കണം. അവളത് സമ്മതിക്കുമ്പോൾ സ്റ്റില്ലറിൻ്റെ പെയിൻറ്റിങ് ഇപ്പോൾ വാങ്ങിയത് ജെയിംസ് ലൂക്ക് എന്ന ഇംഗ്ലീഷ് നെയിമുള്ള ഒരു പുതിയ ബിസിനസ്മാൻ ആണെന്നും ഒരു ഫേമസ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO ആണെന്നും അവർ പറയുന്നു. അങ്ങനെ അവൾ അതാരാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അന്ന് ലേലത്തിന് വന്ന ലൂക്കിനെ അവൾ ഓർക്കുന്നത്. പിന്നെ അവൾ അയാളെ വിളിക്കുന്നു. അങ്ങനെ ലൂക്ക് അവളെ കാണാനായി വരുന്നുണ്ട്. അവൾ അവിടെ അവന് വേണ്ടി എക്സ്പോ ചെയ്തിരുന്നു. അതിൽ ഓർഫൻ ഫ്രം സിറിയ എന്ന ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനി ലേലത്തിൽ വയ്ക്കാൻ പോവുകയാണ്. അതിനു മുന്നേ താങ്കൾ ലേലത്തിൽ വെച്ച ഈ ചിത്രം ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ചൈനയിൽ പോയപ്പോൾ ഒരു എക്സ്പോയിൽ കണ്ടതാണ് ഈ ചിത്രം, എന്താണെന്നറിയില്ല, ഏകദേശം ഞാൻ 1 മണിക്കൂറോളം ഈ ചിത്രത്തിൽ തന്നെ നോക്കി നിന്നു എന്നും അങ്ങനെയാണിത് വാങ്ങിയതെന്നും പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയും അവൻ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്ന സമയം അവൾ ഓർഫൻ ഫ്രം സിറിയ അല്ലാതെ താങ്കളെ ആകർഷിച്ച മറ്റേതെങ്കിലും ചിത്രമുണ്ടോ എന്നും 2 വർഷത്തിനു മുന്നേ നിങ്ങൾ ഹോങ്കോങ്ങിൽ നിന്നും വാങ്ങിയ സ്റ്റില്ലർ എന്ന ചിത്രം ലേലത്തിന് നൽകാമോ എന്നും നല്ല എമൗണ്ട് കിട്ടും എന്നും അവൾ അവനോട് പറയുന്നു. അപ്പോൾ നീ ആ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്തത്, അല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല എന്ന് അവളോട് പറയുമ്പോൾ ഈ ഡീലിനായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും താങ്കൾ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതിയെന്നും അവനോട് അവൾ പറയുന്നുണ്ട്. കൊളീഗിന് കീ ഏത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫുഡ് ഡെലിവറി ഏജൻസിനെ പോയി കാണുകയും സിറ്റിയിലെ എല്ലായിടത്തും അയാളുടെ ഏജൻസിയാണ് ഫുഡ് ഡെലിവറി നടത്തുന്നതും അതുകൊണ്ട് തന്നെ
അവസാനം ആ അപ്പോയിൻറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു. ഇതേ സമയം തന്നെ പോലീസും അന്ന് ഫോൺ വിളിച്ചു പറഞ്ഞ അദൃക്സാക്ഷിയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് യുൻഹോ ആയിരുന്നു. സത്യം പറയണം, നിന്റെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തറിയില്ല എന്ന് ഓഫീസറുടെ വാക്കിൽ വിശ്വസിച്ച് ഹാൻ കിമ്മിനെ കൊല്ലുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് യുൻഹോ പറയുന്നു. അപ്പാർട്ട്മെന്റ് തിരിച്ചറിഞ്ഞ് വൂസോക്ക് റൂമിൽ കയറുന്നു. ഇതേ സമയം തന്നെ കുളിച്ചുകൊണ്ടിരുന്ന ഹാനിന്റെ മുതുകിൽ ഒരു വലിയ പാടും നമുക്ക് കാണാം. അവൻ ആ വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി ബാൽക്കണിയിലേക്ക് വരാൻ നിൽക്കുമ്പോൾ നേരെ എതിരെയുള്ള അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന ഹാനിനെ കാണുകയാണ്. ഇത് കണ്ട് അവൻ ശരിക്കും ഞെട്ടുന്നു. ആ ഒരു സീൻ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നതും. ഈ എപ്പിസോഡിൽ വൂസോക്ക് ഹാനിന്റെ കള്ളത്തരങ്ങൾ ഏതു വിധേനയും പുറത്തു കൊണ്ടുവരണമെന്ന് ഉറപ്പിക്കുന്നു. ഇതേ സമയം തന്നെ ഹാനിന് ഈ മരണവുമായി ബന്ധമുണ്ടെന്ന് ദൃക്സാക്ഷികളെയും പറയുന്നു. ഹാനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ അവൾ ബോൾഡായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവളുടെ അടുത്ത കാമുകൻ പണക്കാരനായ ലൂക്ക് ആയിരിക്കുമോ എന്നുള്ള ചോദ്യവും ഹാൻ ഉടൻ തന്നെ പിടിക്കപ്പെടുമോ എന്നുള്ള ക്യൂരിയോസിറ്റിയും നിലനിർത്തിക്കൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.